ഹായ്, ഞാൻ സിറാജ്. ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഗുണ്ടൽപേട്ടയിലാണ്. ഗുണ്ടൽപേട്ടയിലെ സൂര്യകാന്തി തോട്ടത്തിലാണ്. നോക്കൂ, നല്ല അടിപൊളി കാഴ്ച കണ്ടുകൊണ്ട് ഞാനിവിടെ വണ്ടി നിർത്തിയതാണ്. ഈ സൈഡിൽ സൂര്യകാന്തി നല്ല ഉണങ്ങി പരുവായിട്ടുണ്ട്. ഈ സീഡ്സാണ് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഞാൻ ഗുണ്ടൽപേട്ടയിൽ നിന്ന് മുത്തങ്ങ വഴി വീണ്ടും തമിഴ്നാട് നീലഗിരി വഴി അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഗുണ്ടൽപേട്ടയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ നമ്മളെ നീലഗിരി ജില്ലയിലേക്ക് കടത്തി വിട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുത്തങ്ങ വഴി അങ്ങനെ പോകണം. ഞാൻ എൻ്റെ ഓട്ടോ ഇതാ ഇവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല കാഴ്ച, അങ്ങത്തോളം സൂര്യകാന്തി പൂന്തോട്ടം. നല്ല കാഴ്ച കണ്ടുകൊണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഇനി മുത്തങ്ങ വരെ ഫുള്ള് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര നമുക്ക് ആസ്വദിച്ചു കൊണ്ട് പോവാം. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാവും, ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. ഏതായാലും യാത്ര തുടരട്ടെ. ഈ സൈഡ് മൊത്തം സൂര്യകാന്തി പൂന്തോട്ടം കേട്ടോ. അങ്ങനെ കർണാടകത്തിലെ ഗ്രാമീണ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ പോക്കാണ്. കൂടെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. കണ്ടോ, നമുക്ക് വേറൊരു സൂര്യകാന്തി പൂന്തോട്ടം കിട്ടി. അവിടെ ഉള്ള ഫാമിലീസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്ത് രസമാണെന്നറിയാം. അങ്ങനെ വരുന്ന വഴി കോളിഫ്ലവറിൻ്റെ തോട്ടം കണ്ടു. ഇത് കണ്ടോ, മൊത്തം കോളിഫ്ലവറാണ്. അതുപോലെ അവിടെ മൊത്തം പൂന്തോട്ടങ്ങളും പച്ചക്കറി തോട്ടങ്ങളും ഒക്കെയാണ്. ഇവിടെ ഈ ഗുണ്ടൽപേട്ട ഈ റൂട്ടിൽ ഇതന്നെ കാണാനുണ്ടാവും. മൊത്തം പച്ചക്കറിയും അതുപോലെ കൃഷിത്തോട്ടങ്ങളും ഒക്കെ ആയിട്ടിതാ. അപ്പുറത്തെ സൈഡിലും എല്ലാം പച്ചക്കറിയാണ്. ഇവിടെ കണ്ടോ, ചാക്ക് കണക്കിന് പൂ പറിച്ച് വെച്ചിട്ട് പൂ എടുത്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമുക്കങ്ങനെ യാത്ര തുടരാം. ഇവിടെ റോഡ് സൈഡിലെല്ലാം ഇഷ്ടംപോലെ പച്ചക്കറി കടകളും അതുപോലെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേരളത്തിലേക്ക് കണ്ടോ കായ്ക്കൊലയൊക്കെ പോകുന്നു. മൊത്തം ഇവിടുത്തെ മാർക്കറ്റിൽ നിന്നാണ് മെയിനായിട്ട് പച്ചക്കറി. ഉൻസൂർ, മൈസൂർ, ഗുണ്ടൽപേട്ട ഇവിടെ നിന്നാണ് നമ്മളെ നാട്ടിലേക്ക് പച്ചക്കറിയൊക്കെ പോകുന്നത്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്ക് ചെറിയ ഉള്ളി 3 കിലോ 100 അല്ലേ. ഉണ്ടോ, 3 കിലോ ചെറിയ ഉള്ളി 100 രൂപ. ഇവിടെ മൊത്തം ഇതുപോലെ വില കുറഞ്ഞിട്ട് തന്നെ സാധനമെല്ലാം കിട്ടും കേട്ടോ, ഇഷ്ടംപോലെ. ഇത് ഇവിടുത്തെ തന്നെ സാധനം, നിങ്ങൾ തന്നെ കൃഷി ചെയ്യുന്ന സാധനം. ഓ, ഇതെന്തല്ലയാ? 20 രൂപ കെട്ട്. അതെന്ത് ചീര? ഓ, പച്ച ചീര അല്ലേ. ഒരു 10 രൂപക്കാണ് ഒരു കെട്ട്. അത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഏകദേശം 30-40 രൂപ കൊടുക്കേണ്ടി വരും. അടിപൊളിയല്ലേ. അങ്ങനെ വണ്ടി വീണ്ടും സൈഡാക്കി. ഇതാ ഇവിടെയും ചെറിയ ഉള്ളി വിൽക്കുന്ന ആൾക്കാരുണ്ട്. കെ ജി ಎಷ್ಟು? 3 kg 100 ರೂಪಾಯಿ. 3 kg 100 ರೂಪಾಯಿ അല്ലേ. കണ്ട, ചെറിയ ഉള്ളി 3 കിലോ 100 രൂപ. ഞാൻ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ പച്ചക്കറി തോട്ടം. ഇതേനിതോ മഞ്ഞള. ആ, മഞ്ഞളിൻ്റെ ചെടിയാണ് കേട്ടോ. അതുപോലെ അത് ಏನದು ಅಮರ ಅಂತ ಏನೋ ഔറക്കായ്. ഔറക്കായിൻ്റെ ചെടിയാണ് കേട്ടോ. ഇത് കണ്ട ലൈനായിട്ട് നട്ടുപിടിച്ചിട്ട് ഇത് കണ്ട, ഇതാണ് ഔറക്കായ്. റാഗി ഇല്ലേ, റാഗി എന്നാണ് ഞാൻ പണ്ട് വിചാരിച്ചത്. അപ്പം ഇതാണ് ഔറക്കായ് അല്ലേ. മഞ്ഞളൊക്കെ കണ്ട നല്ല ലൈനായിട്ട് നട്ട് പിടിപ്പിച്ചിട്ട്. കർണാടക ഗ്രാമങ്ങളിലൂടെ ഈ തണുപ്പൊക്കെ കൊണ്ടിങ്ങനെ സഞ്ചരിക്കാനൊരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. അതന്നെയാണ് വീണ്ടും ഈ റൂട്ടിൽ തന്നെ വന്നത്. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടോ. അതുപോലെ മെയിൻ ഹൈലൈറ്റാണ് പണ്ടത്തെ ഈ വാട്ടർ ടാങ്കുകൾ. ടാങ്കിൽ വെള്ളം വന്നിട്ടാണ് പണ്ടല്ലേ നമ്മൾ ആ ചെറിയ പാനിയില്ലേ ബിങ്കി, അതെടുത്തിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ വെള്ളമൊക്കെ റൂമിലൊക്കെ കൊണ്ടുപോകുക. പണ്ടത്തെ കർണാടക ഒരു ഓർമ്മയായിരുന്നു. പിന്നെ ഇവിടുത്തെ മെയിനാണ് പശുക്കൾ. റോഡ് സൈഡിലെല്ലാം പശുക്കളുണ്ടാവും. ഇതുണ്ട ഇവിടെ
പച്ചമുളകൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പച്ചമുളക് ഇത് എന്താ കെട്ടി വെച്ചത്? എക്സ്പോർട്ട് ആക്കാനല്ലേ? ആ, നമ്മളെ നാട്ടിലേക്ക് എക്സ്പോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് പച്ചമുളകൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ക്യാബേജ് കിലോ എസ്റ്റു 15. ആ, 15 റുപ്യ കിലോ കേട്ടോ. ഇതെല്ലാം നമ്മളെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കെട്ടി വെച്ചെന്ന് പറഞ്ഞ. എന്താ ഇതെല്ലാം ആൾക്കാർ കണ്ടോ, നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് വില ചോദിക്കുന്നുണ്ടോ. നമുക്ക് അപ്പുറമുണ്ട് തക്കാളിയും അതുപോലെ വിൽക്കുന്നത്. ജസ്റ്റ് ഒന്ന് വില ചോദിച്ചു നോക്കാം. ഇവിടെ കണ്ട ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ കണ്ട മൊത്തം പൂന്തോട്ട, ചെണ്ടുമല്ലിക. നല്ല കാറ്റും ഇളം കാറ്റ്, തണുത്ത കാറ്റും ഇതൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ എന്ത് രസമാണെന്നറിയാം. നമ്മൾ കടക്കാരൻ വരുന്നുണ്ട്. അല്ല ഇത് ಎಷ್ಟು കെ ജി? 30 രൂപ. ಟೊಮೊಟೊ ಎಷ್ಟು? 20. ഉണ്ടോ തക്കാളി ഉണ്ടോ? നാട്ടി തക്കാളി എന്നാണ് അതിൻ്റെ പേര്. ഇതിന് കിലോ 20 രൂപ എന്ന് പറഞ്ഞത്. മലയാളികളെല്ലാം ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടോ. നമുക്കിങ്ങനെ അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഈ റൂട്ടിലൊരു ടോൾ ഗേറ്റ് കിട്ടും കേട്ടോ. അതിന് ശേഷം കർണാടക ചെക്ക് പോസ്റ്റ് വരുന്നുണ്ട്, 2-3 എണ്ണം. കേരള ചെക്ക് പോസ്റ്റ് അടക്കം. അവിടെ എല്ലാം ചെറിയ പൈസ കൊടുക്കേണ്ടി വരും, അല്ലാണ്ട് പുറകെ കടത്തി വിടൂല. ഓക്കെ, ഇവിടെ മൊത്തം സൂര്യകാന്തി പൂന്തോട്ടം. എന്ത് രസമാണെന്നറിയാം ഇതിലെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. കേരളത്തിലേക്കുള്ള വണ്ടികൾ മൊത്തം ലോഡാക്കിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനും മറ്റും. അതുപോലെ ചെക്ക് പോസ്റ്റിൻ്റെ മുന്നായിട്ട് കേരളക്കാർ ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട് കേട്ടോ. ഹോട്ടലുകൾ, ധാബകൾ. ഇവിടെ നോക്കൂ, 2 സൈഡും പൂന്തോട്ടങ്ങളാണ്. ആൾക്കാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ടോ. ഇപ്പം ചെക്ക് 22 കിലോമീറ്ററുള്ള ഫസ്റ്റ് ചെക്ക് പോസ്റ്റ്. എന്ത് ചെക്ക് പോസ്റ്റാണെന്ന് അറിയില്ല. ഓരോ വണ്ടിൻ്റെ നമ്പറും അവിടെ ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. ഭരണം കണ്ട ഭരണന്മാരെല്ലാം വണ്ടി കയറി കേട്ടോ. ട്രാവലിംഗ് ആന്ന് പറഞ്ഞപാട് വിട്ടു കേട്ടോ. വേറെ പൈസയൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് പ്രവേശിച്ചു. റോഡിൽ 1-2 സ്ഥലങ്ങളിലായി ആനപ്പിണ്ടം കാണുന്നുണ്ട് കേട്ടോ. ആനനെ കാണുമോ നോക്കാം. ഈ ഫോറസ്റ്റ് മൊത്തം മഴയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ആനകളൊക്കെ ഉണ്ടോ? റോഡ് സൈഡായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന്
വെൽക്കം ടു വയനാട്. ഇപ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അവിടെ നിന്നൊന്നും പൈസ ഒന്നും വാങ്ങിയിട്ടില്ല. എന്തായാലും രക്ഷപ്പെട്ട്. ഞാൻ അടുത്ത കേരളത്തിൻ്റെ RTO ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനി കേരളത്തിൻ്റെ ഉള്ളൂ. ഏകദേശം 1 മണിക്കൂറോളം കൊടും കാട്ടിലൂടെയുള്ള യാത്ര അടിപൊളിയായി എൻജോയ് ചെയ്തു കേട്ടോ. നോക്കൂ, കാഴ്ചകൾ നോക്കൂ നിങ്ങൾ. സത്യം പറഞ്ഞാല് ഈ റോഡ് തീരല്ലേ എന്നാണ് ഞാൻ കരുതുന്നത്. അത്രയ്ക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ യാത്ര. കേരളത്തിൻ്റെ പോലീസ് ചെക്ക് പോസ്റ്റാണ്. അടുത്തത് RTO ചെക്ക് പോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണെന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് എക്സൈസ് ചെക്ക് പോസ്റ്റ് കേട്ടോ. അടുത്തത് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. അങ്ങനെ അതെ ഞങ്ങളെ നാട്ടിലെത്തിയപ്പോൾ, വയനാട് മുത്തങ്ങ എത്തിയപ്പോൾ കുറച്ച് മാങ്കൂട്ടങ്ങളെ കാണാൻ പറ്റി. അങ്ങനെ ഞാൻ മുത്തങ്ങയിലെത്തി. ലോറിക്കാരൊക്കെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഹോട്ടലുകളും വെള്ളം ശേഖരിക്കാനും മറ്റൊക്കെ ആയിട്ട് ലോറിക്കാരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഫോറസ്റ്റിലൂടെയുള്ള യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക.